1972 ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. അതിലെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അയാൾ അത്രയും പവർഫുൾ ആയൊരു കഥാപാത്രമാണ്. അത് കാണിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ നാട്ടിലെ ഏറ്റവും പവർഫുള്ളായ ആളുകളൊക്കെ ഇയാളുടെ അടുത്ത് വന്നിട്ട് ഇയാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു കിങ് മേക്കർ, ഗ്യാങ്സ്റ്റർ, അത്രയും പവർഫുൾ ആയ ഒരാൾ. അയാൾ അത്രയും കാമായിരിക്കും. അയാളുടെ ഇമോഷൻസിനെയൊക്കെ അയാൾ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത് കാണാൻ പറ്റും. ആ കൂട്ടത്തിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന വയലൻ്റ് ആവുന്ന ആളുണ്ടാവും, അയാളായിരിക്കും ഏറ്റവും വീക്കായ ഒരാൾ. സോ നിങ്ങൾ ഏറ്റവും പവർഫുള്ളായ ആളുകളെ നോക്കുക, അവരിപ്പോഴും കാമായിരിക്കും. അവരുടെ ഇമോഷൻസിനെ അവരിങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും പവർഫുള്ളായ ആളുകളെ നിങ്ങൾ നോക്കുക. അല്ലാതെ നോക്കടാ എന്തടാ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. അവർ ഏതൊരു സാഹചര്യത്തെയും, ഒരു സ്ട്രെസ്ഫുൾ സാഹചര്യത്തെയും വളരെ കാമായി നോക്കി ചിരിച്ചുകൊണ്ട് മുന്നേറിപ്പോയിക്കൊണ്ടേയിരിക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രോ വേർഷനാണ് പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന വെബ് സീരീസിലെ തോമസ് ഷെൽബി. ആക്ച്വലി ഒരു 20-ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിൽ ലണ്ടനിലുണ്ടായിരുന്ന ഒരു ഗ്യാങ്ങിൻ്റെ കഥയാണ് ഈ പീക്കി ബ്ലൈൻഡേഴ്സ്. ഇത് ജസ്റ്റ് കഥയല്ല, ഇതിലെ ഉള്ള ആളുകളൊക്കെ ഒറിജിനലാണ്, അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ സാങ്കല്പികപരമായ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എല്ലാവരും ആ വെബ് സീരീസ് കണ്ടിട്ടുണ്ടാവും. തോമസ് ഷെൽബി എന്ന് പറഞ്ഞ ആള് അത്ര നല്ല ആളൊന്നുമല്ല. അയാൾ പക്ക നെഗറ്റീവാണ്. ഈ നെഗറ്റീവായ ഒരാളെ കുറിച്ച് എന്തിനാ പറയുന്നത് നിങ്ങൾ പലരും ചിലപ്പോൾ കോമെന്റ് ഇടാം. പക്ഷെ ഞാൻ പറയുന്ന ഒരാൾ നെഗറ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയാളെ മാറ്റി നിർത്തിയാലേ അയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവുമല്ലോ, അതിനെ നമ്മൾ മിസ് ചെയ്യും. സോ നമ്മളൊന്നും മിസ് ചെയ്യരുത്. സോ തോമസ് ഷെൽബിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഫേസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കൺട്രോളാണ്. തോമസ് ഷെൽബി അപകടപരമായ സിറ്റുവേഷൻസിലൂടെ പോകുമ്പോൾ, വളരെ സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷൻസിലൂടെ പോകുമ്പോൾ പോലും കൂടെയുള്ള ആളുകളൊക്കെ വയലൻ്റ് ആകുമ്പോഴും അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേക തരത്തിൽ ഒരു മാസ്കാണ് അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞാൽ, ചിലയിടത്ത് അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം, ചിലയിടത്ത് കൺട്രോൾ ചെയ്യരുത്. എവിടെ കൺട്രോൾ ചെയ്യണം, എവിടെ കൺട്രോൾ ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു കൺട്രോൾ അയാളുടെ കയ്യിലുണ്ട് എന്ന് ചുരുക്കം. ഇതൊരു ലൂക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ അത്രയും ഇൻ്റലിജൻസ് ഉള്ള ഒരാളാണ്. അയാളൊരു തന്ത്രശാലി കൂടിയാണ്. അയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷെൽബി ഫാമിലിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് അറ്റാക്കുകൾ ഇങ്ങനെ അഴിച്ചുവിടും ഷെൽബി ഫാമിലിക്കെതിരെ. എന്നാൽ ഇതൊക്കെ കണ്ട് തോറ്റിരിക്കുന്നത് പോലെ ഷെൽബി ഫാമിലി അഥവാ തോമസ് ഷെൽബി പ്രതികരിക്കാതെ കാത്തിരിക്കും. അതെന്തിനാന്ന് പറഞ്ഞാൽ, ലൂക്കയുടെ ഈ അറ്റാക്കിൻ്റെ ആഴമൊന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ ഇതുവരെ പോവും, അയാൾ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്നാളെ വീഡിയോ ഉണ്ട്, ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഭയങ്കര അടി, എല്ലാവരും അടിക്കുന്നു, സദ്യയുടെ മുകളിലൂടെയൊക്കെ വീഴുന്നു. ഒരു സിനിമയൊന്നല്ല, ഒറിജിനലായൊരു സംഗതിയാണ്. അവിടെ എന്തോ പ്രശ്നമാണ്. ആളുകളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാഞ്ഞിട്ടേ അവരങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആ നല്ല മൊമെന്റ് നശിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ചില ആളുകളില്ലേ, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ കൈകളൊക്കെ വലിച്ചെറിയും വീട്ടില്. ഇതൊക്കെ എറിഞ്ഞ് നശിപ്പിച്ചിട്ട് പിന്നെ അയാൾ തന്നെ പോയി വാങ്ങണം. ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവുള്ള ആളുകളാണത്. അവർ വീക്കായ ആളാണ്. നമ്മൾ സ്ട്രോങ് ആയ ആളാണെങ്കിലേ നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപകടകരമായ സിറ്റുവേഷൻസിൽ നിങ്ങൾ അയാളെ നോക്കുക, അയാൾ ശാന്തനായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പവർ. നമ്മൾ റിയാക്ഷൻസ് ഇല്ലാതെ നോൺ റിയാക്റ്റീവായിട്ട് നിൽക്കണം ഏത് സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനിലും. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കാമായ ഒരാളുണ്ടെങ്കിൽ അയാളായിരിക്കും ആ ഗ്രൂപ്പിലെ പവർഫുള്ളായ ഒരാൾ. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് അയാളെ അളക്കാൻ പറ്റും. അയാൾ എന്താണ്, അയാൾ എന്തൊക്കെ ചെയ്യും, അയാൾ ഇതുവരെ പോകുന്നൊക്കെ. എന്നാൽ കാമായ ഒരാൾ നിൽക്കുമ്പോൾ അവിടെ ഒരു മിസ്റ്ററി ഉണ്ട്. അവിടെ ഏത് സമയവും എന്തും സംഭവിക്കാം. അയാൾ എന്തൊക്കെയോ ആണ്, അയാൾ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നുണ്ട്, ഒരു മിസ്റ്ററി ഉണ്ട് അവിടെ. അതൊരു പവർഫുൾ ടൂളാണ്. പീക്കി ബ്ലൈൻഡേഴ്സിൽ ഈ തോമസ് ഷെൽബിയെ കൊല്ലാൻ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. ചുറ്റിലും ആളുകളൊക്കെ നിന്ന് ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഉറപ്പിച്ചു അയാളെ കൊല്ലും. അവിടെ കുഴിയൊക്കെ കുഴിക്കുന്നുണ്ട് തോന്നുന്നു. ഞാൻ കുറച്ച് മുമ്പ് കണ്ടതാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ വിചാരിച്ചു ഇയാളിവിടെ തീർന്നു എന്ന്. അവിടെ ഇയാളുടെ സ്ട്രെസ്ഫുൾ ആയിട്ട് ആകെ കരഞ്ഞ് ബഹളം വെച്ച് അയ്യോ എന്നെ വെറുതെ വിടണേ സാറേ എന്നൊന്നും പറയുന്നില്ല. അയാൾ വളരെ കാമായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അയാളുടെ കോൺഫിഡൻസ് ആണത്. അയാൾ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് അയാൾ പറയും ഇതിവിടെ തീർന്നു അല്ലേ എന്ന്. അയാളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങളൊന്ന് നോക്കൂ.
തോമസ് ഷെൽബി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അയാൾ ലോങ് ടൈമിൽ ചിന്തിക്കുന്ന ആളാണ്. ഇതിൽ ഓരോ സംഭവങ്ങളും ഓരോ മനുഷ്യനുമായി കൊളാബറേഷൻസ് ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലോങ് ടൈമിൽ അയാൾ ചിന്തിക്കുന്നുണ്ട്, അയാൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ മനുഷ്യരിലൂടെ പോകുമ്പോഴും ഓരോ ബിസിനസ് എക്സ്പാൻഷൻ ഉണ്ടാക്കുമ്പോഴൊക്കെ അതെങ്ങനെ സംഭവിക്കുന്നൊക്കെ അയാൾക്ക് അറിയാം. അപ്പോൾ അതിന് അയാൾക്കൊരു വിഷൻ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ഗ്യാങ് ആയിരുന്ന ആ കുടുംബത്തെ അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയൊരു ഫാമിലിയാക്കി മാറ്റുക എന്നുള്ള തൻ്റെ വിഷന് വേണ്ടിയിട്ട് അദ്ദേഹം ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു, രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അവിടെയും വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ലോങ് ടേം തിങ്കിങ്, ഫോക്കസ്, വിഷൻ, ഇതൊക്കെ ഇതൊന്നും നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഷെൽബിയിൽ നിന്ന് നമുക്ക് വേറെ കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, അയാൾക്ക് ഈ ലോകത്തെക്കുറിച്ച് കൃത്യമായ അവയർനെസ് ഉണ്ട്, ധാരണ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് മതം, എന്താണ് രാഷ്ട്രീയം, എന്താണ് ഈ സിസ്റ്റം, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒക്കെ കൃത്യമായ ധാരണ ഉണ്ട് എന്നുള്ളതാണ്. അയാൾ ഇതിൻ്റെ ഒന്നും അടിമയല്ല, അനുയായിയല്ല. അയാൾക്ക് ഇതിലൊന്നും സത്യം പറഞ്ഞ വിശ്വാസമൊന്നുമില്ല. പക്ഷെ അയാൾ ഇതിലൊക്കെ ഇറങ്ങി ഇതിന് യൂസ് ചെയ്യും. എന്നിട്ട് അയാളുടെ കാര്യം നേടി അയാൾ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ സാധാരണ ജനം ഇതിൻ്റെയൊക്കെ അടിമയായി ഇതിനൊക്കെ അന്ധമായി വിശ്വസിച്ച് ഇവരുടെയൊക്കെ ചൂഷണത്തിനൊക്കെ പെട്ട് അവരുടെയൊക്കെ സ്വത്തും ടൈമും ഒക്കെ നശിപ്പിച്ച് അവരെ തന്നെ സ്പോയിൽ ചെയ്യുന്നുണ്ട്. ഷെൽബി ഫാമിലി ആഗ്രഹിച്ചതൊക്കെ ഏതാണ്ടൊക്കെ നേടി. അവരുടെ ബിസിനസ് എക്സ്പാൻഡായി, രാഷ്ട്രീയത്തിൽ അവർ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഷെൽബി ഒന്ന് വിശ്രമിക്കൂന്ന് ഷെൽബിയോട് ഫാമിലി മൊത്തം പറയുകയാണ്. തോമസ് ഷെൽബി വിചാരിക്കും, ശരിയാ വിശ്രമിക്കാം. അങ്ങനെ കുറച്ച് മാസങ്ങളൊക്കെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാത്രി ഷെൽബി കിടക്കുകയാണ്. ഷെൽബിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നെഗറ്റീവ് ചിന്തകൾ വന്നിട്ട് അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാണ് ഷെൽബി. രാവിലെ ആയപ്പോൾ ഷെൽബി കോട്ടൊക്കെ ഇട്ടിട്ട് ജോലിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മെയ്ഡ് വന്നിട്ട് ചോദിക്കും, ഷെൽബി നിങ്ങൾ റെസ്റ്റിലല്ലേ? അപ്പോൾ ഷെൽബി അറിയും, ഒരർത്ഥത്തിൽ ഇത് സത്യമല്ലേ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ നമ്മുടെ തലച്ചോറ് ചെകുത്താൻ്റെ ഇരിപ്പിടാവുന്നതാണ്. അത് കിടന്നങ്ങോട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ നശിപ്പിക്കും. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായൊരു സംഗതിയാണ്. അതിന് പഴയ ഭൂതത്തിൻ്റെ കഥയിലെ ഭൂതത്തെ പോലെ എപ്പോഴും ജോലി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് ജോലി കൊടുക്കാതിരുന്നാൽ അത് അപ്പോഴും പ്രവർത്തിക്കും. പക്ഷേ നെഗറ്റീവായി ചിന്തിച്ചിട്ടാണ് പ്രവർത്തിക്കാന്നേ ഉള്ളൂ. അതിനൊരിക്കലും വെറുതെ ഇരുത്താതിരിക്കലാണ് നമ്മുടെ ബുദ്ധി. ഒരു മനുഷ്യനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമാർഗം അയാൾക്ക് ഭക്ഷണവും കൊടുത്ത് നല്ല റൂമും കൊടുക്കുക, ഒരു ജോലി എടുക്കണ്ട എന്ന് പറയാം. അയാൾ അവിടെ ഇരുത്തുക. കുറച്ചു കാലം അയാൾ ചിന്തിച്ച് അയാൾ തീരും. സോ നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മൾ പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കണം, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം, അതിൻ്റെ പുറകെ ഓടണം. അത് ചിലപ്പോൾ തകരും. അപ്പോൾ അടുത്ത ലക്ഷ്യം ഉണ്ടാക്കണം. അങ്ങനെ ജീവിതകാലം മൊത്തം ഓടിക്കൊണ്ടേയിരിക്കണം. ജനിച്ചില്ലേ, ഇനി റെസ്റ്റൊന്നുമില്ല. ഇനി റെസ്റ്റ് ഉള്ളത് മരിച്ചതിന് ശേഷമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവിടെ എല്ലാം നേടി എന്ന് പറയുന്ന ധനാഢ്യന്മാരായ ആളുകളൊക്കെ നോക്കിയില്ലേ, അവരൊക്കെ 70-ാം വയസ്സിലും 80-ാം വയസ്സിലും ഇപ്പോഴും ജോലി ചെയ്യുന്നതിനാണ്. അവർക്കെല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ. എന്തിനാന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാലേ അവർ സ്വയം നശിക്കും. തോമസ് ഷെൽബിക്ക് എന്തൊക്കെ കഷ്ടതകൾ വന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു, ആരൊക്കെ പുറകുനിന്ന് കുത്തി, ആരൊക്കെ ചതിച്ചു, എത്രയോ തവണ നിലത്ത് വീണു, എത്രയോ തവണ മരണത്തെ പോലും നേരിട്ട് കണ്ടു. തകർന്ന് തരിപ്പണമായി നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ നിന്നൊക്കെ അയാൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അയാൾ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാതായിട്ടുണ്ട്. ഒരു വഴിയെ പോയി നടന്നിട്ടില്ലെങ്കിൽ അവിടെ എത്തുന്ന മറ്റു വഴികൾ അയാൾ കണ്ടെത്തും. അയാൾ നിൽക്കുന്നില്ല, അയാൾ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഒന്നും സ്റ്റേബിൾ അല്ല. കഷ്ടതകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രശ്നങ്ങൾ വരും. നമ്മളിതൊക്കെ ചിന്തിച്ച് നമ്മളവിടെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമാവും നഷ്ടം. അടുത്ത ഷെൽബിയുടെ ഫാമിലിയോടുള്ള ലോയൽറ്റി നമുക്ക് കാണാൻ പറ്റും. തൻ്റെ സഹോദരൻ ആർദർ, അയാൾ എന്താ ചെയ്യാന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അയാൾ തോന്നിയ പോലെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അയാളെയൊക്കെ തോമസ് ഷെൽബി കൊണ്ട് നടക്കുന്നൊരു വിധമുണ്ട്. അയാൾ ചെയ്യുന്ന പല അബദ്ധങ്ങളിൽ നിന്നും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഫാമിലിയെ തന്നെ തോമസ് ഷെൽബി കൊണ്ടുപോകുന്നുണ്ട്. ഫാമിലിയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ സംസാരിച്ച് ഡീല് ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. തോമസ് ഷെൽബി ജീവിക്കുന്നത് തന്നെ, തോമസ് ഷെൽബിയുടെ വിഷൻ തന്നെ ആ ഫാമിലിയാണ്. ആ ഫാമിലിക്ക് വേണ്ടിയാണ് അയാൾ ഈ ചെയ്യുന്നതൊക്കെ. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു 30-35 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. പണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച പല ഫ്രണ്ട്സും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒന്ന് വിളിച്ചാൽ മതിയടാ ഞാൻ ഓടിയെത്തുമെന്ന് പറഞ്ഞ പലരും ഉണ്ടാവില്ല. അവർ മനഃപൂർവ്വമൊന്നുമല്ല, അവരുടെ സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഒരു സമയത്ത് നമ്മുടെ കൂടെ.
ആകെ ഉണ്ടാവുന്ന നമ്മുടെ ഫാമിലി മാത്രമാണ്. സോ നമ്മുടെ ഫാമിലിയോട് നമ്മൾ അത്രയും ലോയലായിരിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ തോമസ് ഷെൽബി എന്നുള്ളൊരു ക്യാരക്ടർ, അയാൾ പക്ക നെഗറ്റീവായൊരു ക്യാരക്ടറാണ് കേട്ടോ. അയാൾ ചെയ്യുന്നതൊക്കെ നെഗറ്റീവായ കാര്യങ്ങളാണ്. എന്നിട്ടും അയാളുടെ ഫാമിലിയോട് എത്ര ലോയലാണ് എന്നുള്ളതാണ്. ഇതിലെ 4ാമത്തെ സീസണിൽ ലൂക്ക ചങ്ക്രറ്റ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരും. അയാൾ അത്രയും ഫോക്കസ്ഡ് ആണ്. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷെൽബി ഫാമിലിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ അയാൾ അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അയാളെ ഷെൽബി നേരിടുന്നൊരു വിധമുണ്ട്. ഷെൽബി ചെയ്യുന്ന ഓരോ കാര്യവും ഓടിച്ചെന്നങ്ങ് ചെയ്യല്ല ചെയ്യുന്നതിന് മുമ്പ് ഷെൽബി അതൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എവിടം വരെ എത്തും, എങ്ങനെ പോകുന്നുള്ളത്. സോ ഷെൽബി ചെയ്യുന്ന ഓരോ റിസ്ക്കും വെറുതെ റിസ്ക് എടുക്കുകയല്ല ചെയ്യുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മളോടൊക്കെ പലരും പറയും ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ റിസ്ക് എടുക്കുന്നുള്ളത്. റിസ്ക് ബ്ലൈൻഡായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കണം. ആദ്യം അത് സംബന്ധിച്ചുള്ള ഡാറ്റ മൊത്തം നമ്മുടെ കയ്യിൽ വേണം. ആ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ടാക്കണം. എവിടം വരെ പോവും, എങ്ങനെ പോവും, നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ അത് ഡീൽ ചെയ്യാൻ മറ്റൊരു പ്ലാൻ നമ്മുടെ കയ്യിൽ വേണം. ഇതൊക്കെ ഷെൽബിയുടെ കയ്യിലുണ്ടാവും. എന്നിട്ടേ ഷെൽബി ഒന്നിലോട്ട് ഇറങ്ങുള്ളൂ. സോ വെറുതെ റിസ്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. 4ാം സീസണിൽ അത്രയും പവർഫുള്ളാവും ഇൻ്റലിജൻസും ഉള്ള ആ മനുഷ്യനെ ലൂക്കെ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് വെറുതെ റിസ്ക് എടുക്കുകയല്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റിസ്ക് എടുക്കുന്നതെന്ന്. 1ാം ലോക മഹായുദ്ധ കാലത്ത് തോമസ് ഷെൽബി ഒരു സൈനികനായിരുന്നു, തുരങ്കം കുഴിക്കുന്ന തൊഴിലാളിയായിരുന്നു. യുദ്ധത്തിന് ശേഷം പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്നുള്ളൊരു മാനസിക പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടിയാണ് ഷെൽബി ജീവിച്ചിരുന്നത്. രാത്രി കിടക്കുമ്പോൾ ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ട് രാത്രി മൊത്തം തന്നോട് തന്നെ യുദ്ധം ചെയ്താണ് ഷെൽബി തള്ളി നീക്കിയിരുന്നത്. തന്നോട് തന്നെയായിരുന്നു ഷെൽബിയുടെ യുദ്ധങ്ങൾ അത്രയും. ഷെൽബി തന്നെ വെറുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ ഇൻസ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഷെൽബി അത്രയും സ്ട്രഗിളിലൂടെയൊക്കെയാണ് കേട്ടോ പോയത്. ഒരു വശത്ത് ഷെൽബിയുടെ ജീവിതം നരകതുല്യാണ്. അവനവനോടുള്ള യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വേദനകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ ഷെൽബി ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അത്രയും ബുദ്ധിമാന്മാരായ തന്ത്രശാലികളായ ശത്രുക്കളെ ഡീൽ ചെയ്യുന്നുണ്ട്, ബിസിനസ്സിനെ ഡീൽ ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയം ഡീൽ ചെയ്യുന്നുണ്ട്, കുടുംബം ഡീൽ ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ഫാമിലി ഡീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഷെൽബി ഡീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പേഴ്സണലായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ നമ്മുടെ പേർപ്പസിനെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മുടെ ചിന്തകൾ ലോങ് ടൈമിലേക്കുള്ളതായിരിക്കണം. സോ ഞാൻ മനസ്സിലാക്കിയ പോയിന്റ്സ് ഇതൊക്കെയാണ്. സോ ഇത് കൂടാതെ ഒരുപാട് പോയിന്റ്സ് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ചില പോയിന്റ്സ് ഉണ്ടാവില്ല ഈ സീരീസിലെ, അതൊന്ന് കോമെൻറ്റ് ചെയ്യണേ. ഇസ്മ MK ചെയ്തേ.